യൂണിറ്റ് നമ്പർ 4, വർക്ക് ഈസ് വർഷിപ്പ്. അധ്വാനമാണ് ആരാധന. സോ നമുക്ക് രണ്ട് കഥയും ഒരു കവിതയും ഇതിൽ പഠിക്കാനുണ്ട്. Here are some pictures with dialogues. Read them carefully and answer the questions that follow. Hello friends, come and enjoy the summer delight. No, we must collect food for the rainy season. Why bother about rainy days? We have plenty of food now. We have no time to play. We have to finish our duties. അപ്പോൾ ഇതെന്ന് പറയുന്നത് ആരൊക്കെ തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്? ഗ്രാസ് ഹോപ്പറും ആൻഡും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ പറയാണ്, ഇവിടെ ഗ്രാസ് ഹോപ്പർ പറയാ, ഹലോ ഫ്രണ്ട്സ്, കം ആൻഡ് എൻജോയ് ദി സമ്മർ ഡിലൈറ്റ്. ഈ വേനൽക്കാലം ആസ്വദിക്കൂ, വേനൽക്കാലം ആസ്വദിക്കൂ. അപ്പോൾ എല്ലാരെയും ഇൻവൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ആൻഡ് പറയുക, നോ, വി മസ്റ്റ് കളക്ട് ഫുഡ് ഫോർ ദ റെയിനി സീസൺ. അടുത്ത് വരാൻ പോകുന്ന മഴക്കാലത്തേക്ക് ആഹാരങ്ങൾ ശേഖരിച്ച് വെക്കണം. വൈ ബോദർ അബൌട്ട് റെയിനി ഡേയ്സ്? വി ഹാവ് പ്ലെന്റി ഓഫ് ഫുഡ് നൗ. എന്തിനാണ് നമ്മൾ ഇപ്പോഴേ മഴക്കാലത്തെ കുറിച്ച് ആലോചിക്കുന്നത്? നമുക്കിപ്പോ തന്നെ ധാരാളം ഫുഡൊക്കെ ഉണ്ടല്ലോ. വി ഹാവ് നോ ടൈം ടു പ്ലേ. വി ഹാവ് ടു ഫിനിഷ് അവർ ഡ്യൂട്ടീസ്. അപ്പൊ അപ്പോഴും നമ്മുടെ ഉറുമ്പ് പറയുകയാണ്, ഇത് നമുക്ക് കളിക്കാനായിട്ട് സമയമില്ല, നമുക്കാണെങ്കിൽ നമ്മുടെ വർക്ക് ഡ്യൂട്ടീസും എല്ലാം എത്രയും പെട്ടെന്ന് തന്നെ തീർക്കണം എന്ന് പറയുകയാണ്. അപ്പോ ഇതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ്. വൈ ഡു ദ ആൻഡ്സ് വർക്ക് ഹാർഡ്? എന്തുകൊണ്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ആൻഡ്സ് ഹാർഡ് വർക്ക് ചെയ്യുന്നത്? ഗൗരി എന്താ പറഞ്ഞേ? അതെ, കോൺവെർസേഷൻ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഗ്രാസ് ഹോപ്പർ പറയുക, നമ്മുടെ ഈ ഒരു സമ്മർ ആഘോഷിക്കാനായിട്ട് എല്ലാവരും വരാൻ പറഞ്ഞു. അപ്പോ നമ്മുടെ ആൻഡ് പറഞ്ഞു, ഇല്ല, നോ, വി മസ്റ്റ് കളക്ട് ഫുഡ് ഫോർ റെയിനി സീസൺ. അടുത്ത റെയിനി സീസണിലത്തേക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ഫുഡൊക്കെ കളക്ട് ചെയ്യാനായിട്ട് പോകണം. അതുകൊണ്ട് ഇപ്പോ കളിക്കാനായിട്ട് വരാൻ പറ്റത്തില്ല. വൈ ബോദർ അബൌട്ട് റെയിനി ഡേയ്സ്? വി ഹാവ് പ്ലെന്റി ഓഫ് ഫുഡ് നൗ. എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോ ഈ ഒരു റെയിനി ഡേയ്സ്, ഇപ്പോഴേ റെയിനി ഡേയ്സിനെ കുറിച്ച്, കാര്യം റെയിനി ഡേയ്സ് ഇതുവരെ വന്നിട്ടില്ലല്ലോ. അപ്പോൾ മഴക്കാലത്തെ കുറിച്ച് ഇപ്പോഴേ എന്തിനാണ് ചിന്തിക്കുന്നത്? നമുക്കിപ്പോ ധാരാളം ഫുഡ് ഉണ്ടല്ലോ എന്ന് നമ്മുടെ ഗ്രാസ് ഹോപ്പർ പറയുക. അപ്പോ ആൻഡ് പറയുന്നു, വി ഹാവ് നോ ടൈം ടു പ്ലേ, വി ഹാവ് ടു ഫിനിഷ് അവർ ഡ്യൂട്ടീസ്. അപ്പോൾ ആൻഡ് പറഞ്ഞു, നമുക്ക് നമ്മുടെ ഡ്യൂട്ടീസ് തീർക്കണം, അല്ലാതെ കളിക്കാനായിട്ട് സമയമില്ല, നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇപ്പോ ഈ വർക്കുകളെല്ലാം നമുക്ക് തീർക്കണം. അങ്ങനെ ക്വസ്റ്റ്യൻ ഇതാണ്, വൈ ഡു ദ ആൻഡ്സ് വർക്ക് ഹാർഡ്? എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോ നമ്മുടെ ആൻഡ് ഇത്രയും കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാ? അവർക്ക് ആഹാരം സംഭരിച്ചു വെക്കാൻ. ഓക്കേ, കളക്ട് ഫുഡ് ഫോർ ദ റെയിനി സീസൺ. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? അപ്പോ കളക്ട് ഫുഡ് ഫോർ ദ റെയിനി സീസൺ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു തിങ്ക് വിൽ ഹാപ്പൻ ഡ്യൂറിംഗ് ദ റെയിനി ഡേയ്സ്? എന്തായിരിക്കും റെയിനി ഡേയ്സിൽ സംഭവിക്കുക? എന്തായിരിക്കും റെയിനി ഡേയ്സ്? അവരുടെ കൂടൊക്കെ നശിക്കുകയും അവർക്ക് അവരുടെ ആഹാരവും നഷ്ടപ്പെടുകയും ചെയ്യും. അറിയില്ല, പക്ഷെ അങ്ങനെയാണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാ റെയിനി സീസണിലേക്ക് വേണ്ടിയിട്ട് ഫുഡ് കളക്ട് ചെയ്യുന്നത്? ആ സമയം ഫുഡ് കിട്ടാത്തത് കൊണ്ടായി. ആ സമയത്ത് ഫുഡ് കിട്ടത്തില്ല. സോ ആൻഡ് വിൽ യൂസ് ദ ഫുഡ് വിച്ച് ഹാസ് കളക്റ്റഡ് ഫോർ റെയിനി സീസൺ. അപ്പോ ആൻഡിനാണെങ്കിൽ റെയിനി സീസണില് ഈ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫുഡ് യൂസ് ചെയ്യാൻ പറ്റും. ബട്ട് ഗ്രാസ് ഹോപ്പർ വിൽ എൻജോയ് നൗ, ബട്ട് ഹി വിൽ സഫർ ഡ്യൂറിങ് റെയിനി സീസൺ. ഇപ്പോൾ അത് ഫുഡൊന്നും കളക്ട് ചെയ്ത് വെച്ചിരിക്കാത്തത് കൊണ്ട്
റെയിനി സീസൺ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഗ്രാസ് ഹോപ്പർ സഫർ ചെയ്യും. പക്ഷെ ഇവർക്കാണെങ്കിലും ആൻഡിനാണെങ്കിലും ഫുഡ് കിട്ടുകയും ചെയ്യും. ഇഫ് യു ഹാപ്പൻ ടു സീ ദ ഗ്രാസ് ഹോപ്പർ, വാട്ട് അഡ്വൈസ് വിൽ യു ഗീവ്? ഇപ്പൊ ഈ ഗ്രാസ് ഹോപ്പറിനെ നിങ്ങൾ കാണുകയാണെന്ന് വെക്കുക, എന്ത് അഡ്വൈസ് ആയിരിക്കും നിങ്ങൾ കൊടുക്കുക? എന്ത് അഡ്വൈസ് കൊടുക്കും? വേനൽക്കാലത്ത് ആഹാരം ശേഖരിക്കണം, ഇല്ലെങ്കിൽ മഴ സമയത്ത് ആഹാരം കിട്ടാതെ മരിച്ചു പോകും. കിട്ടില്ല. ഋതു എന്താ പറയാൻ വന്നേ? അഭിജിത്ത് പറഞ്ഞതാണ് ഞങ്ങൾ പറയാൻ. അത് തന്നെയാണ് ആൻസർ. സോ ഡോണ്ട് ബി ലേസി, വർക്ക് ഹാർഡ് നൗ, അതർവൈസ് യു വിൽ സഫർ ഡ്യൂറിങ് റെയിനി സീസൺ. അല്ലെങ്കിൽ വർക്ക് ഈസ് വർഷിപ്പ്. നമ്മുടെ ആ ഒരു ഹെഡിങ് തന്നെ പറയും, വർക്ക് ഈസ് വർഷിപ്പ്. ലേസി ആവരുത്, വർക്ക് ചെയ്യുക. റൈറ്റ്. സോ നൗ ലുക്ക് അറ്റ് ദ പിക്ചർ ഗിവൺ ഹിയർ. ഈ സൈഡിൽ കാണിക്കുന്ന പിക്ചറെ കണ്ടല്ലോ. വാട്ട് ആർ ദീസ് പീപ്പിൾ ഡൂയിങ്? അവർ എന്തൊക്കെയാ ചെയ്യുന്നേ? ഒരാള് തുണി വാങ്ങിക്കുന്നു. They are doing different jobs. So brooming and farming, right? Washing clothes, cleaning, അങ്ങനെയുള്ള പല ജോലിയും ചെയ്യുന്നുണ്ട്. What does the work at home? Sorry, who does the work at home? വീട്ടിലെ ജോലി ചെയ്യുന്നത് ആരാണ്? ആരാ വീട്ടിലെ, നിങ്ങളുടെ വീട്ടിലേക്ക് ജോലിയൊക്കെ ചെയ്യുന്നത് ആരാ? Mother. Right. Okay. Are all the members of the family responsible for the work here? എല്ലാവരും, ഈ ഫാമിലിയിലുള്ള എല്ലാവരും ഈ വർക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ വർക്ക് ചെയ്യാൻ റെസ്പോൺസിബിൾ ആണോ? അതെന്തുകൊണ്ടാ ഗൗരി അല്ല എന്ന് പറഞ്ഞേ? എന്താ കേട്ടില്ല? കുറച്ചുകൂടെ ഉറച്ചു പറഞ്ഞേ, അല്ലെ ഹെഡ്സെറ്റ് അടുത്തോട്ട് വെച്ച് പറഞ്ഞേ. ഞാൻ ചെയ്യാറുണ്ട്, അച്ഛനൊന്നും ചെയ്യാറില്ല, അതുകൊണ്ട് പറഞ്ഞത്. ഓക്കെ, പക്ഷെ എന്നാലും വീട്ടിലുള്ള എല്ലാരും അമ്മയെ സഹായിക്കണ്ടേ? എല്ലാരും സഹായിക്കണ്ടേ? സഹായിക്കണം. പക്ഷെ ഇപ്പൊ വീട്ടിൽ ഇപ്പൊ അച്ഛൻ ജോലിക്ക് പോകുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ ജോലിക്ക് പോയിട്ട് പൈസയെ കൊണ്ടുവരുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ അതും ഒരു ഹെൽപ്പ് അല്ലേ, അതും ഒരു വർക്ക് അല്ലേ? അപ്പൊ പിന്നെ എല്ലാരും റെസ്പോൺസിബിൾ ആണ് കേട്ടോ. അപ്പൊ കാര്യം വീട്ടിലിപ്പോ ഫാദർ, ഇപ്പോ ഗൗരിയുടെ അമ്മയ്ക്ക് ജോലിയുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ അച്ഛന് ജോലിയില്ലേ? ഉണ്ട്. അപ്പൊ അച്ഛൻ ജോലിക്ക് പോവും, അപ്പൊ ഇവിടത്തെ കാര്യങ്ങളൊക്കെ അമ്മ നോക്കും. അടുത്ത സിസ്റ്ററോ ബ്രദറോ എന്തെങ്കിലും ഉണ്ടോ? സിസ്റ്റർ ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ സിസ്റ്ററും ഗൗരിയും ഒക്കെ അമ്മയെ ഹെൽപ്പ് ചെയ്യണം വീട്ടില്. അപ്പൊ അത് ഇറ്റ്സ് എ കമ്പൈൻഡ് വർക്ക്. ഓക്കെ. എന്നാലും എല്ലാരും ചെയ്യണം എന്നാണ് നമ്മുടെ ഈ ഒരു പാഠത്തിലുള്ള ഡോണ്ട് ബി ലേസി, എവരിവൺ ഷുഡ് ഡു ദ വർക്ക് എന്നാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നോക്കുന്നത്. ജ്യോതിക, വീട്ടിൽ ജോലി വല്ലതും ചെയ്യാറുണ്ടോ? ഞാൻ രാവിലെ എണീച്ച് ഈ സൈഡും ആ സൈഡും തൂത്ത് കൊടുക്കും, പിന്നെ ക്ലാസ്സിന് കയറും. ഞാൻ കിട്ടിയ ജോലിയും ചെയ്യും. അത് മതി. അപ്പോ നമ്മളപ്പോ അടുത്തൊരു ചാപ്റ്ററിലേക്ക് പോവേ. ചാപ്റ്ററിന്റെ പേര് ദ ഗ്രെയിൻ ആസ് ബിഗ് ആസ് എ ഹെൻസ് എഗ്. ഒരു ധാന്യം, അത് കോഴിമുട്ടയോളം വലിപ്പമുള്ള ഒരു ധാന്യം. അപ്പൊ എന്താണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഫാമിംഗ് ഈസ് നോട്ട് മിയർലി എൻ ആക്ട് ഓഫ് കൾട്ടിവേറ്റിംഗ് ക്രോപ്സ്. ഫാമിംഗ് എന്ന് പറയുന്നത്, കൃഷി എന്ന് പറയുന്നത് വെറുതെ ക്രോപ്സിനെ കൾട്ടിവേറ്റ് ചെയ്യുക എന്ന് മാത്രമുള്ളതല്ല. ഇറ്റ് ഗ്ലോറിഫൈസ് ലേബർ,
help to develop a concern for being fellow beings and bring about the perfection to human life. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇതിന് അവർ ജോലിക്കുള്ള പ്രാധാന്യവും അതിനോടൊപ്പം ഈ ഈ ഒരു ഹ്യൂമൻ ലൈഫിൽ മറ്റുള്ളവരുടെ കാര്യത്തിലും അല്ലെങ്കിൽ അവരുടെ കാര്യത്തിലും നമ്മൾ ഇടപെടാനുള്ളതും അല്ലെങ്കിൽ അവരെ സഹായിക്കാനൊക്കെ ഉള്ള ഒരു അവസരം കൂടെയാണ് ഇതിൽ നമുക്ക് ലഭിക്കുന്നത്. Read the story and realize the importance of farming and its impact on our life and culture. അപ്പോൾ ഇവിടെ ഒരു സ്റ്റോറി ഉണ്ട്. അതില് നമുക്ക് ആ കഥ നമുക്ക് വായിക്കാം. വായിച്ചിട്ട് അതിൽ എന്താണ് മനസ്സിലാവുന്നത് എന്നുള്ള കാര്യം നമ്മുടെ ലൈഫില് അല്ലെങ്കിൽ ലൈഫ് ആൻഡ് കൾച്ചർ, അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിലും എല്ലാം ഇത് എത്രമാത്രം പ്രായോഗികമാണ് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ. One day, some children found in a ravine an object shaped like a grain of corn, with a groove down the middle, but as large as a hen's egg. അപ്പോൾ ഒരു ദിവസം കുറച്ച് കുട്ടികള് ഒരു മലയിടുക്കില് ധാന്യം പോലെ തോന്നിക്കുന്ന, അത് റവൈൻ എന്ന് പറയുമ്പോൾ മലയിടുക്ക്, ആ ഒരു മലയിടുക്കില് ഒരു ധാന്യം പോലെ തോന്നിക്കുന്ന ഒരു കോൺ, ഒരു ഗ്രെയിൻ ഓഫ് കോൺ. ഒരു കോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? കോൺ, ധാന്യം. ആ ഒരു ധാന്യം ഋതു എന്തോ പറയാൻ വന്നു. എന്താ ഋതു? അതെ, ചോളം. അതായത് അവര് ചോളധാന്യം പോലത്തെ ഒരു ധാന്യം, ഒരു ഗ്രെയിൻ ഓഫ് കോൺ, അതായത് ഒരു ചോളധാന്യം പോലെ ഒരു ചെറിയൊരു ധാന്യം കണ്ടു. അപ്പോ with a grew down the middle but as large as a egg shell. അപ്പോ അതിന്റെ നടുവിലായി ഒരു ചാലുണ്ടായിരുന്നു. പക്ഷേ അത് ആ ധാന്യം ഒരു കോഴിമുട്ടയോളം വലിപ്പമുള്ളതായിരുന്നു. അതായത് ആ ഒരു ധാന്യം കണ്ടപ്പോ ഇവിടെ ഫോട്ടോ ഇല്ല, ഓക്കെ, അവരുടെ കയ്യിലിരിക്കുന്ന നോക്ക്, കയ്യിലിരിക്കുന്ന ആ ഒരു ഫോട്ടോ നോക്കിയോ ജസ്റ്റ്. അപ്പൊ ഒരു വലിയൊരു ധാന്യം, അതിന്റെ നടുവിൽ ഒരു ചാല് പോലുള്ള ഉണ്ട്, നമ്മുടെ ഈ ഗോതമ്പിലൊക്കെ ഉള്ളതുപോലെ. അപ്പൊ ഒരു ചാല് പോലുള്ള ഒന്നുണ്ട്, പക്ഷെ അത് ഒരു കോഴിമുട്ടയെ പോലെ അല്ലെ കോഴിമുട്ടയുടെ അത്ര വലുതായിരുന്നു, അല്ലെ അത്രയും വലിയൊരു ധാന്യമായിരുന്നു. എ ട്രാവലർ പാസിംഗ് ബൈ സോ ഇറ്റ്. അപ്പൊ ഒരു ട്രാവലർ അതുവഴി പോയപ്പോ അത് കണ്ടു. ഹി ബോട്ട് ഇറ്റ് ഫ്രം ദ ചിൽഡ്രൻ ഫോർ എ പെനി. അപ്പോ ഒരു പെനി അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു കോയിൻ, ₹1 കൊടുത്ത് അല്ലെങ്കിൽ ഒരു പെനി കോയിൻ കൊടുത്തിട്ട് ആ പിള്ളേരുടെ കയ്യിൽ നിന്ന്, ആ കുട്ടികളുടെ കയ്യിൽ നിന്ന് ആ ട്രാവലർ അതിന് മേടിച്ചു. He took it to the town and sold it to a king as it was a curious one. പുള്ളിക്കാരൻ എന്ത് ചെയ്തു? ഇതിനെ നേരെ കൊണ്ടുപോയി നേരെ ടൗണിൽ പോയിട്ട് അവിടുത്തെ രാജസദസ്സിൽ പോയി രാജാവിന് ഇതിനെ വിറ്റു. അതായത് രാജാവിന് ഇത് കൊണ്ട് കൊടുത്തു. കാര്യം ഇത് ഭയങ്കര കാണാൻ ഭംഗിയുള്ളതൊക്കെ. ഇത് നമ്മുടെ ഈ ഒരു കോൺ, ഈ ഒരു ഗ്രീൻ, ഈ നമ്മുടെ കോഴിമുട്ടയുടെ വലുപ്പമുള്ള ഈ ഒരു ഗ്രീൻ ഉണ്ടല്ലോ, ഈ ധാന്യം ഉണ്ടല്ലോ, ഇത് പിള്ളേരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതിന് ശേഷം പുള്ളിക്കാരൻ കൊണ്ടുപോയി രാജാവിന് വിറ്റു, അല്ല രാജാവിന് കൊടുത്തു. കാരണം ഇത് കാണാനൊക്കെ ഭയങ്കര ഭംഗിയും ഒരു വിചിത്രമുള്ളതായിട്ട് നമുക്ക് പുള്ളിക്കാരൻ തോന്നിയതുകൊണ്ട് അത് രാജാവിന് കൊണ്ട് കൊടുത്തു. The king called all his wise men and told them to find out what the thing was. അപ്പൊ നമ്മുടെ രാജാവിന്റെ പണ്ഡിതന്മാരെല്ലാം വിളിച്ചു, അതായത് വൈസ്മാൻ, അത് പണ്ഡിതന്മാരെല്ലാം വിളിച്ചു കൂട്ടി ആ വിചിത്രമായ വസ്തു എന്താണെന്നുള്ള കാര്യം കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞു. The wise man thought but couldn't make a head or tail of it. അപ്പോ പണ്ഡിതരാണെങ്കിൽ എത്ര ചിന്തിച്ചിട്ടും അതിന്റെ തലയും വാലും എന്താണെന്ന് കൂടെ പുള്ളിക്കാരന് മനസ്സിലാക്കാനായിട്ട് ഇത് പറ്റില്ല. അതായത് ഒരു തുമ്പും കിട്ടിയില്ല. ഒന്നും ആലോചിക്കണം. അതുമാണ് ഇവിടെ ഓക്കെ. അപ്പൊ അതായത് വൈസ്മാൻ ആണെങ്കിൽ, നമ്മുടെ പണ്ഡിതനാണെങ്കിൽ പുള്ളിക്കാരനെ എത്ര ആലോചിച്ചാലും, പണ്ഡിതന്മാരൊക്കെ എത്ര അതിനെ ആലോചിച്ചിട്ടും അതെന്താണെന്ന് മനസ്സിലാക്കാൻ പോലും പറ്റിയില്ല. അതാണ് ഹെഡ് ഓർ ടെയിൽ ഓഫ് ഇറ്റ്. അതായത് അതിന്റെ തലയും വാലും അല്ലെങ്കിൽ
അതിന്റെ ഒരു തുമ്പും പിടികിട്ടിയില്ല. A few days later, when the thing was lying on a windowsill, a hen flew in and pecked at it till she made a hole in it. അപ്പൊ ആ സമയത്ത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ ജനൽപ്പടിയിൽ, അതായത് നമ്മുടെ വിൻഡോസിൽ എന്ന് പറയുന്ന ജനലിന്റെ ആ ഒരു പടി, ജനലിന്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ ആയിട്ട് ഈ ഒരു ധാന്യത്തെ വച്ചിരിക്കുകയായിരുന്നു. അപ്പൊ അതങ്ങനെ വച്ചിരുന്നപ്പോ ഒരു കോഴി അവിടെ പറന്നു വന്നതിന് ശേഷം പെറ്റ് അറ്റ് ഇറ്റ് ടിൽ ഷീ മേഡ് എ ഹോൾ ഇൻ. അതിന് കൊത്തി 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 അതില് ഒരു ഹോൾ ഉണ്ടാക്കുന്നത് വരെ, ഒരു ചെറിയ ദോരം ഉണ്ടാക്കുന്നത് വരെ അത് കൊത്തിക്കൊണ്ടിരുന്നു. അപ്പോ അങ്ങനെ ഈ കോഴി വന്ന് കൊത്തുന്നത് കണ്ടപ്പോ, കോഴിക്ക് ധാന്യമൊക്കെ ആണെങ്കിൽ മാത്രമല്ലേ അത് വന്ന് കൊത്തത്തുള്ളൂ, അല്ല എങ്കിൽ അതൊന്നും കൊത്തത്ത് പോലും ഇല്ല. അപ്പൊ അങ്ങനെ കൊത്തിയപ്പോ then everyone saw that it was a grain of corn. അപ്പോ എന്നിട്ടാണ് മനസ്സിലായത് ഇതൊരു ധാന്യമായിരുന്നു എന്ന്, ധാന്യമാണ് എന്നുള്ള ആ ഒരു ഇത്. ഇവ ഗ്രെയിൻ ഓഫ് കോൺ എന്ന് പറയുമ്പോൾ ഇതിന് കറക്റ്റ് മീനിങ് എന്നത് ചോളം എന്ന് നമുക്ക് പറയാം. കോൺ ചോളമാണ്, പക്ഷെ എന്നാൽ നമുക്കൊരു ധാന്യം, എന്ത് ധാന്യം നമുക്ക് ആർക്കും അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് ഒരു ധാന്യം, ഗ്രെയിൻ ഓഫ് കോൺ, ഒരു ധാന്യമാണ് എന്നുള്ള കാര്യം അവർക്ക് എല്ലാവർക്കും മനസ്സിലായി. അത്ര മനസ്സിലായോ? The wise man went to the king and said, "It is a grain of corn." അപ്പോ അവിടെ ആ പണ്ഡിതൻ രാജാവിന്റെ അടുത്ത് പോയി എന്നിട്ട് പറഞ്ഞു, ഇറ്റ് ഈസ് എ ഗ്രെയിൻ ഓഫ് കോൺ, ഇതൊരു ധാന്യമാണ്, അല്ലെങ്കിൽ ഗോതമ്പ് മണിയാണ്, അതായത് ഒരു ഗോതമ്പ് മണി, ഒരു ധാന്യമാണ് എന്ന് മനസ്സിലായി. At this, the king was much surprised. ഇത് കേട്ടപ്പോഴാണെങ്കിൽ ആ പുള്ളിക്കാരന് ഭയങ്കര അതിശയം തോന്നി. He ordered the learned man to find out when and where such corn grew. അപ്പോ രാജാവ് പറഞ്ഞു, ഈ ധാന്യം എപ്പോഴാണ് ഈ ധാന്യം വളർന്നിരുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ അത് ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ കണ്ടുപിടിച്ച് പറയാനായിട്ട് നമ്മുടെ രാജാവ് ഈ വൈസ് മാനോട് അല്ലെങ്കിൽ അവിടെ കൽപ്പിച്ചു. The learned man pondered again and searched in their books but could find nothing about it. അപ്പോ നമ്മുടെ ഈ രാജാവാണെങ്കില് നമ്മുടെ ഈ വൈസ് മാൻ ആണെങ്കിൽ, ഈ പണ്ഡിതനാണെങ്കിൽ എല്ലാം തലകുത്തി പറഞ്ഞത് നോക്കിയ, അതായത് കംപ്ലീറ്റ് ആയിട്ട് അരിച്ചു പറയുക, അവിടുത്തെ ഗ്രന്ഥങ്ങളും എല്ലാം തന്നെ അത് അരിച്ചു നോക്കി. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്ക് ആവുന്നുണ്ട്. ഓക്കേ, ഇപ്പൊ കട്ടായി. ഓക്കെ, അപ്പൊ ഏതുവരെ കേട്ടു ഋതു? The wise men went to the king and said. ഏതുവരെയാ ഇത് കേട്ടോ? അതായത് the learned man pondered again, അത് കേട്ടോ? ഏതാ ഇത്? ഇപ്പൊ സ്ക്രീൻ നോക്കിയേ, ഇത് ഇത്രയും പറഞ്ഞത് കേട്ടായിരുന്നോ? ഇല്ല. ഓക്കെ, അപ്പോ നമ്മുടെ രാജാവാണെങ്കിൽ ഇത് കണ്ട് സർപ്രൈസ് ആയിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു, ഇത് എവിടെയാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞു. The learned man pondered again and searched in their books but could find nothing about it. അപ്പോ നമ്മുടെ പുള്ളിക്കാരനുണ്ടല്ലോ, നമ്മുടെ വൈസ് മാൻ, ലേൺഡ് മാൻ, അല്ലെങ്കിൽ പണ്ഡിതനാണെങ്കിൽ ഇതെല്ലാം അലഞ്ഞു തിരിഞ്ഞിങ്ങനെ നോക്കിയ, എല്ലായിടത്തും അന്വേഷിച്ചു, എന്നിട്ട് ബുക്കുകളിലൊക്കെ നോക്കി, പക്ഷേ he couldn't find nothing. പുള്ളിക്കാരന് ഒന്നും കണ്ടുപിടിക്കാനായിട്ട് പറ്റിയില്ല. So they returned to king and said, അതുകൊണ്ട് അവര് തിരിച്ചു വന്ന് രാജാവിനോട് പറഞ്ഞു, we can give you no answer. നമുക്ക് ആൻസർ ഒന്നും പറയാൻ പറ്റുന്നില്ല. There is nothing about it in our books. അപ്പോൾ നമ്മുടെ ബുക്കുകളിലൊന്നും തന്നെ ഇതിനെക്കുറിച്ച് ഗൗരി എന്തുപറ്റി? എന്താ സ്റ്റക്കായാണ് കേൾക്കുന്നത്. ഓക്കെ, ബാക്കിയുള്ളവർക്കോ?
അഭിജിത്തിന് പ്രശ്നമുണ്ടോ? ഇടയ്ക്ക് കട്ടായി. അഭിജിത്തിന് പ്രശ്നമുണ്ടോടാ? ഇല്ല സാർ. ഇല്ല. അപ്പൊ അവിടത്തെ എന്തോ ഒരു പ്രശ്നമാണ് കേട്ടോ. ഓക്കെ. ഇഷ്യൂ ഇഷ്യൂ ഉള്ളവര് വീഡിയോ ഓഫ് ചെയ്ത് വെച്ചു. ഇഷ്യൂ മാറുന്ന സമയത്ത് വീണ്ടും ഓൺ ആക്കുക. അല്ലെങ്കിൽ ഇഷ്യൂ വരുന്ന സമയത്ത് പെട്ടെന്ന് വീഡിയോ ഓഫ് ചെയ്യാം കേട്ടോ. എന്ന് പറഞ്ഞ അഭിജിത്ത്, ജ്യോതികയ്ക്ക് അവിടെ പ്രശ്നമൊന്നുമില്ല. വീഡിയോ ഓൺ ആക്കാൻ. ഇത് ഓക്കെ. അപ്പൊ എന്തോ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. അതാ കാര്യം. ഗൗരിക്ക് അതാണ് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. ഓക്കെ, എന്തായാലും നോക്കാം. അപ്പൊ നമ്മുടെ രാജാവിന്റെ അടുത്ത് ഇവര് വന്ന് പറയുകയാണ്, അതൊന്നും അവിടെ നല്ല ഇഷ്യൂ ഉണ്ട്. അത് വീഡിയോ ഓഫ് ചെയ്ത് വെച്ചോ. നിനക്ക് അവിടെ നല്ല ഇഷ്യൂ ഉണ്ട്. വീഡിയോ ഓഫ് ചെയ്ത് വെച്ചു. അപ്പൊ ചിലപ്പോ കിട്ടിയാലോ. ഓക്കെ. അപ്പൊ യു വിൽ ഹാവ് ടു വീഡിയോ ഓഫ് ചെയ്ത് വെക്കുക. You will have to ask the persons. Perhaps some of them may have heard from their fathers when and where a grain grew to such a size. അപ്പോ നമ്മുടെ നമ്മുടെ വൈസ് മാൻ അല്ലെങ്കിൽ നമ്മുടെ പണ്ഡിതൻ പറയുകയാണ്, നമുക്ക് ഇവിടെയുള്ള ഏതെങ്കിലും പഴയ കർഷകരടുത്ത് ചോദിച്ചു നോക്കാം, അവർക്ക് ആർക്കെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ബിക്കോസ് അവരുടെ പാരന്റ്സ് ആരെങ്കിലും, അവരുടെ ഫാദേഴ്സ് ആരെങ്കിലും ഇത്തരത്തിലുള്ള ഇതിനെ കുറിച്ച് ചിലപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവാം, അല്ലെ ഇത്രയും വലിയ ഗ്രെയിൻസ് ഉണ്ടാവുന്നതിനെ കുറിച്ച് അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവാം. അതുകൊണ്ട് അവരോട് ചോദിക്കാം എന്ന് ഇങ്ങനെ പറഞ്ഞു. So the king gave orders that some very old person should be brought before him. അപ്പൊ അങ്ങനെ നമ്മുടെ കിങ് എന്ത് പറഞ്ഞു? കിങ് ഓർഡർ കൊടുത്തു, ഏറ്റവും വയസ്സായ ഒരു കർഷകനെ ഇവിടെ എന്റെ മുമ്പിൽ കൊണ്ടുവരൂ. His servants found one such man and brought him to the king. അങ്ങനെ അവരുടെ രാജാവിന്റെ സെർവൻസ് അങ്ങനെ ഒരാളെ കണ്ടുപിടിച്ച് രാജാവിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്നു. He was old and bent, pale and toothless. പുള്ളിക്കാരനാണെങ്കിൽ ഇത് നല്ല വയസ്സായി കുനിഞ്ഞ്, ഇത് പേൾ ആൻഡ് ടൂത്ത്ലെസ് എന്ന് പറയുമ്പോൾ അവര് മുഖവും എല്ലാം കംപ്ലീറ്റ്ലി എന്താ പറയുന്ന ഒരു എന്താ പറയാ തോലൊക്കെ, അതായത് നമ്മുടെ സ്കിന്നൊക്കെ ആയിട്ടുള്ള എന്താ അഭിജിത്ത് ചുക്കിച്ചുളിഞ്ഞ്, അതാ ചുക്കിച്ചുളിഞ്ഞ്, അതായത് റിങ്കിൾഡ് ആയിട്ടുള്ള, അത് ചുക്കിച്ചുളിഞ്ഞ് ആ ഒരു അവസ്ഥയില് കണ്ടത് പല്ലൊന്നും ഇല്ലാത്ത ആ ഒരു അവസ്ഥയിലാണ് പുള്ളിക്കാരൻ വന്നത്. പറയും. എനിക്ക് ഫുള്ള് കട്ടായി പോയി, കുറെ നേരമായി ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. ഈ കഴിഞ്ഞ പേജിലൊന്നും കേൾക്കാൻ പറ്റില്ല. സാർ ഒന്നും കൂടെ പറയോ? ഇത് ഞാൻ ഈ പാരഗ്രാഫ് ഒന്ന് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് അത് ഞാൻ ഒന്നുകൂടെ അതിന്റെ സമ്മറി പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ. അപ്പോ ഹിസ് സെർവൻസ്, അപ്പൊ പുള്ളിക്കാരനാണ് ഒരാളെ കണ്ടുപിടിച്ചുകൊണ്ട് വന്നു. പുള്ളിക്കാരനാണെങ്കിൽ ഇത് പല്ലില്ലാത്ത കുനിഞ്ഞ് ആ ഒരു അത്രയ്ക്ക് വയസ്സായ ഒരാളായിരുന്നു. He could just manage to totter into the king's palace with the help of a crutches. അതായത് ആ വൃദ്ധനാണെങ്കിൽ 2 ഊന്നുവടികളുടെ സഹായത്തോടു കൂടെയൊക്കെയാണ് പുള്ളിക്കാരൻ അവിടെ എത്തിയത്. അതിൽ വല്ല വിധേനയും എന്താ പറയുന്ന കൊട്ടാരത്തിലോട്ട് എത്താൻ പറ്റി. അതും വിത്ത് ഹെൽപ്പ് ഓഫ് ക്രച്ചസ്, അതായത് പല ഊന്നുവടികളുടെ സഹായത്തോടു കൂടെയാണ് പുള്ളിക്കാരന് അവിടെ എത്താനായിട്ട് സാധിച്ചത്. അപ്പോ ലാസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞു, ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം. അതായത് ഓക്കെ. അപ്പോൾ ഇവിടെ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഈ ബുക്കുകളെല്ലാം വായിച്ചു നോക്കിയിട്ട് ഇവർക്കാർക്കും ഒന്നും കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല. ഇവർക്കാർക്കും ഒന്നും തന്നെ കിട്ടിയില്ല. അപ്പൊ പറഞ്ഞു അവിടെയുള്ള ഒരു വൈസ് മാൻ തന്നെ പറഞ്ഞു, അല്ലെ ഒരു പണ്ഡിതൻ പറഞ്ഞു, ഏതെങ്കിലും ഒരു ആളെ മീൻസ് ഒരു
വയസ്സായ ഒരു പെർസെന്റിനെ തന്നെ ചോദിച്ചു കഴിഞ്ഞാല് പുള്ളിക്കാരൻ ചിലപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ഐഡിയ കാണും. പുള്ളിക്കാരൻ ചിലപ്പോൾ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാനുള്ള സാധ്യതയുണ്ട്. കാരണം അവരുടെ പാരൻസ് ഇതിനെക്കുറിച്ച് ഇത്രയും വലിയ ഗ്രെയിൻസിനെ പറ്റി എന്തെങ്കിലും ചിലപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണ് ഒരാളെ വിളിക്കുന്നത്. അയാൾ വന്നതിന് ശേഷം വന്നപ്പോൾ അയാളാണെങ്കിൽ കുനിഞ്ഞ് വേച്ച് നടന്ന് പുള്ളിക്കാരൻ വല്ല വിധ തന്നെയാണ് ഇവിടെ എത്തിയത്. അപ്പോ the king showed him the grain, but the old man could hardly see it. അപ്പോ ആ രാജാവാണെങ്കിൽ ഈ ധാന്യം പുള്ളിക്കാരന് കാണിച്ചു കൊടുത്തു. പക്ഷെ ആ പുള്ളിക്കാരന് നേരെ കാണാൻ പോലും പറ്റുന്നില്ലായിരുന്നു. പുള്ളിക്കാരനാണെങ്കിൽ ഇത് നല്ല രീതിയിൽ വയസ്സായ ഒരാള്. He took it, however, and felt it with his hand. പുള്ളിക്കാരൻ കയ്യിലെടുത്ത് ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ നോക്കിയ ഇതെന്താണ് സംഭവം എന്നുള്ളത്. King questioned him saying, അപ്പൊ എന്നിട്ട് ചോദിച്ചു, രാജാവ് ചോദിച്ചു, can you tell us, old man, where such grains grew? ഇത് അല്ലയോ വൃദ്ധ, അല്ലയോ കർഷക, ഞങ്ങളോട് പറയാമോ ഇത് എവിടെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരാമോ? ഹാവ് യു എവർ ബോട്ട് സച്ച് കോൺ ഓർ സോൺ ഇൻ യുവർ ഫീൽഡ്? എപ്പോഴെങ്കിലും നിങ്ങൾ അവിടെ നടുകയോ ഇത്തരത്തിലുള്ള ഇത് നടുകയോ അല്ലെങ്കിൽ വിളവെടുക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇത്തരത്തിലുള്ള കോൺസ് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ വിതയ്ക്കുകയോ എന്തെങ്കിലും സോൺ മീൻസ് വിതയ്ക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? The old man was so deaf that he could hardly hear what the king said and only understood with great difficulty. പുള്ളിക്കാരനെ നല്ല വയസ്സായ ആളായതുകൊണ്ട് തന്നെ പുള്ളിക്കാരനാണെങ്കിൽ നേരെ പറയുന്നത് പോലും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പുള്ളിക്കാരനാണെങ്കിൽ വളരെ കഷ്ടപ്പെട്ടാണ് അത് കേട്ടത്. അല്ലെങ്കിൽ അക്കാര്യം രാജാവ് പറഞ്ഞ കാര്യം മനസ്സിലാക്കി എടുക്കാനായിട്ട് പുള്ളിക്കാരൻ നന്നായിട്ട് കഷ്ടപ്പെട്ടിരുന്നു. എന്നിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു, നോ, ഹി ആൻസർഡ് അറ്റ് ലാസ്റ്റ്. എന്നിട്ട് മനസ്സിലാക്കിയതിനു ശേഷം പുള്ളിക്കാരൻ പറഞ്ഞു, ഇല്ല, I never sowed nor reaped any like this in my fields, nor did I ever buy any such. ഇതേപോലുള്ള ഒന്നും ഞാൻ വിതയ്ക്കുകയോ കൊയ്യുകയോ, സോഡ് മീൻസ് വിതയ്ക്കുക, റീപ്ഡ് മീൻസ് കൊയ്യുക, വിതയ്ക്കുകയോ കൊയ്യുകയോ ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, ഞാൻ ഇതേപോലത്തെ ഒന്നും ഒരു ധാന്യം പോലും വാങ്ങിച്ചിട്ട് പോലുമില്ല. ഇത് ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. When we bought corn, the grains were always as small they are now. അപ്പോ നമ്മൾ എൻ്റെ വയലിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള കോൺസ് എല്ലാം ഇപ്പോഴും നമ്മുടെ വയലിൽ വിളയുന്നത് പോലത്തെ കോൺസ് മാത്രമാണ് കണ്ടിട്ടുള്ളത്. അല്ലാതെ ഞാൻ ഇതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞും കൂടെ, അല്ലാതെ ഇപ്പോഴത്തുള്ള പോലത്തെ ചെറിയ കോൺസ് ആണ് ഞാൻ കണ്ടിട്ടുള്ളത്. അല്ല, ഇതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞും കൂടെ ഞാൻ കണ്ടിട്ടുമില്ല. But you might ask my father, he might know where such grains grew. അവ പറഞ്ഞു, ആ വൃദ്ധന്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ വൃദ്ധന്റെ അച്ഛനോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞു തരാൻ പറ്റും എന്നുള്ള കാര്യം നമ്മുടെ ഈ കർഷകൻ രാജാവിനോട് പറഞ്ഞു. ഇത്രയില് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത്ര മനസ്സിലായോ? ദിയ എന്തോ പറഞ്ഞല്ലോ? മനസ്സിലായി സാർ. ഓക്കെ. ദ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. അപ്പോ ഈ പുള്ളിക്കാരന്റെ അച്ഛൻ വരികയാണ് കേട്ടോ അടുത്ത്. The king sent for the old man's father and he was brought before him. അപ്പോ അത് കഴിഞ്ഞപ്പോ നമ്മുടെ രാജാവ് അടുത്ത ഈ പുള്ളിക്കാരന്റെ അച്ഛനെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് പറഞ്ഞു. പുള്ളിക്കാരനാണെങ്കിൽ വിളിച്ചുകൊണ്ട് വന്നു, പുള്ളിക്കാരനെ കൊണ്ടുവന്നു. He came walking on one crutch. അപ്പോ നേരത്തെ ഈ പുള്ളിക്കാരന്റെ മോൻ വന്നപ്പോ 2 ക്രച്ചില്, ക്രച്ച് മീൻസ് ഊന്നുവടി, 2 ഊന്നുവടിയിലാണ് പുള്ളിക്കാരൻ വന്നത്. പക്ഷേ ഇപ്പോ ഈ പുള്ളിക്കാരന്റെ, അതായത് ആദ്യത്തെ കർഷകന്റെ അച്ഛൻ വന്നപ്പോൾ പുള്ളിക്കാരൻ വെറും 1 ഊന്നുവടിയിലാണ് വന്നത്. മറ്റേ മോനാണെങ്കിൽ 2 ഊന്നുവടിയിൽ വന്നു, അച്ഛനാണെങ്കിൽ വെറും 1 ഊന്നുവടിയിലാണ് വന്നത്. The king showed him the grain, and the old person, who was still able to see, took a good look at it. അതായത്
ഈ വന്ന പുള്ളിക്ക്, അതായത് ഈ നമ്മുടെ ഈ ഫസ്റ്റ് പേഴ്സന്റെ ഈ അച്ഛന്, അങ്ങനെയാണെങ്കിൽ ഒരല്പം നടക്കാനൊക്കെ പറ്റും. ഇത് അതായത് ഒറ്റ ഊന്നുവടി മതി. അത് മാത്രമല്ല പുള്ളിക്കാരന് കുറച്ച് ഇത് നന്നായിട്ട് കാണാനും പറ്റുന്നുണ്ടായിരുന്നു, കാഴ്ച ശക്തിയും അത്യാവശ്യം ഉണ്ടായിരുന്നു. ആൻഡ് ദ കിങ് asked him, can you tell us, old man, where a corn like this used to grow? ഇത് എവിടെയായിരുന്നു വളർത്തിരുന്നത് എന്നുള്ള കാര്യം പറയാമോ എന്ന് രാജാവ് ചോദിച്ചു. ഹാവ് യു എവർ ബ്രോട്ട് എനിത്തിങ് ലൈക്ക് ഇറ്റ് ഓർ സോൺ ഇറ്റ് ഇൻ യുവർ ഫീൽഡ്? ഇപ്പൊ നേരത്തെ ചോദിച്ചതുപോലെ, നേരത്തെ നമ്മുടെ കർഷകന്റെ അടുത്ത് ചോദിച്ചതുപോലെ തന്നെ ഇവിടെയും ചോദിക്കുക, നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടോ, അല്ല എങ്കിൽ ഇത് നിങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ടോ, എന്നതിനെ കുറിച്ച് എന്തെങ്കിലും അറിയാവോ? Though the old man was rather hard to hearing, he could hear better than his son. പക്ഷെ ഈ പുള്ളിക്കാരനാണെങ്കിൽ കേൾക്കാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഈ പുള്ളിക്കാരന്റെ മോനെക്കാളും ബെറ്റർ ആയിട്ട് ഇങ്ങാർക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. നോ, ഹി സെഡ്, പുള്ളിക്കാരൻ പറഞ്ഞു, ഇല്ല, ഐ നെവർ സോഡ് നോർ റീപ്ഡ് എനി ഗ്രെയിൻ ലൈക്ക് ദിസ് ഇൻ മൈ ഫീൽഡ്. ഇത് നേരത്തെ അതേ റിപ്ലൈ തന്നെയാണ്. ഞാൻ ഇതിന് ഇതേപോലുള്ള ഒരു ഗ്രെയിന് ഇതേപോലെ കൊയ്യുകയോ അല്ലെങ്കിൽ വിതയ്ക്കുകയോ കൊയ്യുകയോ ചെയ്തിട്ടില്ല. As for buying, I never bought any, for in my time money was not yet in use. ആ സമയത്ത് നമുക്ക് ഇത് ഞാൻ ഒന്നും ഇതേപോലുള്ളത് വാങ്ങിച്ചിട്ട് പോലുമില്ല. കാരണം ആ സമയത്ത് കോയിൻസോ അല്ലെങ്കിൽ വാങ്ങിക്കാനായിട്ട് പൈസയോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ചിലപ്പോൾ ബാർട്ടർ സിസ്റ്റം നിലനിന്നിരുന്ന ആ ഒരു ടൈം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് എനിക്കാണെങ്കിൽ ഒരു പിടുത്തവും ഇല്ല. Everyone grew his own corn, and when there was ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാലോ. ഓക്കെ. അപ്പോ നമ്മുടെ പുള്ളിക്കാരൻ പറഞ്ഞ എന്താ, പുള്ളിക്കാരൻ നേരത്തെ പോലെ തന്നെ റിപ്ലൈ കൊടുത്തു. അതായത് ഇത് എനിക്കിത് അറിയത്തില്ല, ഇങ്ങനെ ഒരു സാധനം ഞാൻ കൃഷി ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ല. പക്ഷെ എന്നിട്ട് പറഞ്ഞു, ആ സമയത്ത് പൈസ പോലും ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഇത് വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല. Everyone grew his own corn, and when there was any need, we share with one another. ഇപ്പൊ ആ സമയത്താണെങ്കിൽ എല്ലാവരും കൃഷി ചെയ്യുമായിരുന്നു, അവരവർക്കുള്ള ആഹാരം അവരവർ തന്നെ ഉണ്ടാക്കുമായിരുന്നു. ഇനി അഥവാ എന്തെങ്കിലും ആവശ്യം വന്നാൽ തന്നെ, അല്ലെങ്കിൽ എന്തെങ്കിലും വേണമെന്ന് തോന്നിയാൽ തന്നെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യലായിരുന്നു പതിവ്. അല്ലാതെ വിൽക്കുന്ന പരിപാടിയില്ല. ഈ സാധനങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നതായിരുന്നു പതിവ് എന്ന് പറഞ്ഞു. Everyone grew. Okay. I do not know where such kind of corn grew. എനിക്കറിയത്തില്ല ഇത് എവിടെയാണ് വളർന്നിട്ടുണ്ടായിരിക്കുക എന്നൊന്നും എനിക്ക് അറിയത്തില്ല. Ours was larger and yielded more flour than the present day grain, but I never saw anything like this. അപ്പോ ഇതേപോലുള്ള ഒരു സാധനത്തെ കുറിച്ച് എനിക്ക് ഒരു ഐഡിയ ഇല്ല, അല്ല എങ്കിൽ ഇതിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ട് പോലുമില്ല, കണ്ടിട്ട് പോലുമില്ല. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇതിനെല്ലാം കാണുന്നത് എന്ന്. കാരണം ഇതുവരെ എനിക്ക് വലിയ വലിയ പാടങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ ഇതേപോലുള്ള ഒരു ധാന്യത്തെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. I have, however, heard my father say that in his time the grain grew larger and yielded more flour. You had better ask it. അപ്പൊ പറയാണ്, പക്ഷേ ഞാൻ എൻ്റെ അച്ഛൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, അവരുടെ സമയത്ത് വലിയ ധാന്യങ്ങളാണ് ഉണ്ടാവുന്നത്, അപ്പൊ അതിൽ നിന്ന് ധാരാളം മാവ് ഉണ്ടാക്കാൻ പറ്റും, വലിയ ഇതായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കത് ധാരാളം മാവ് കിട്ടുമായിരുന്നു എന്നുള്ള കാര്യം അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. യു ഹാഡ് ബെറ്റർ ആസ്ക്. നല്ലത് ഇത് രാജാവ് തന്നെ എൻ്റെ അച്ഛനോട് ചോദിച്ചു നോക്കുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോ സോ ദ കിങ് സെന്റ് ഫോർ ദ ഓൾഡ് മാൻസ് ഫാദർ. ആ ഓൾഡ് മാന്റെ അച്ഛനെ വിളിക്കാനായിട്ട് ആളെ വിട്ടു. ദേ ഫൗണ്ട് ഹിം ആൻഡ് ബ്രോട്ട് ഹിം ബിഫോർ ദ കിങ്. അങ്ങനെ ആ ആളെ കണ്ടുപിടിച്ചതിന് ശേഷം ഇവിടെ രാജസദസ്സിലേക്ക് കൊണ്ടുവന്നു. ഹി എന്റർഡ് വാക്കിംഗ് ഈസിലി ആൻഡ് വിത്തൗട്ട് ക്രച്ചസ്. ആ പുള്ളിക്കാരനാണെങ്കിൽ അവിടെ വന്നത്
ഇത് ഒന്നും ഒരു പ്രശ്നവും ഇല്ലാതെയാണ്. അതായത് ആ പുള്ളിക്കാരൻ നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നു, അല്ലാതെ നടക്കുന്നതിൽ വേറെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അയാൾക്ക് നന്നായിട്ട് ഒരു ഊന്നുവടി പോലും വേണ്ടായിരുന്നു. ഹിസ് ഐസ് വെയർ ക്ലിയർ, ഹിസ് ഹിയറിംഗ് ഗുഡ് ആൻഡ് ഹി സ്പോക്ക് ഡിസ്റ്റന്റ്ലി. അപ്പോൾ ആ പുള്ളിക്കാരനാണെങ്കിൽ ചെവിക്കൊരു പ്രശ്നമില്ല, കണ്ണിനൊരു പ്രശ്നമില്ല, എല്ലാം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഒരു ചെറുപ്പക്കാരനെ പോലെയാണ് പുള്ളിക്കാരൻ വന്നത്. The king showed him the grain, and the old father looked at it and turned it about in his hand. അപ്പോ ഈ ഈ നമ്മുടെ രാജാവ് പഴയതുപോലെ തന്നെ ഇതിനെ കാണിച്ചു കൊടുത്തപ്പോൾ നമ്മുടെ രാജാവ് സോറി നമ്മുടെ ഈ ഗ്രാൻഡ് ഫാദർ ഈ ഓൾഡ് ഗ്രാൻഡ് ഫാദർ ഓക്കെ. അപ്പൊ ഈ പാരഗ്രാഫ് അല്ലേ? ഓക്കെ. അപ്പോ ഈ പാരഗ്രാഫ് ഒന്നുകൂടെ പറയാം. സോ ദ കിങ് സെന്റ് ഫോർ ദ ഓൾഡ് മാൻ ഫാദർ, നമ്മുടെ ഓൾഡ് മാന്റെ ഫാദറിന്റെ, അത് മൂന്നാമത്തെ തലമുറയിലുള്ള ആ ഗ്രാൻഡ് ഫാദർ, പുള്ളിക്കാരനെ വിളിച്ചോണ്ട് വരാനായിട്ട് പറഞ്ഞു. അങ്ങനെ വിളിച്ചോണ്ട് വന്നപ്പോ അയാൾക്കാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അതായത് അയാൾക്ക് ഊന്നുവടി വേണ്ട, അല്ലായെങ്കിൽ ഒന്നും വേണ്ട. പുള്ളിക്കാരൻ നല്ല കൂളായിട്ട് നമ്മുടെ ചെറുപ്പക്കാരൻ നടക്കുന്നത് പോലെയാണ് കയറി വന്നത്. ഹിസ് ഐസ് വെയർ ക്ലിയർ, ഹിസ് ഹിയറിംഗ് ഗുഡ് ആൻഡ് സ്പോക്ക് ഡിസ്റ്റന്റ്ലി. അയാൾക്ക് സംസാരിക്കാൻ നന്നായിട്ട് പറ്റുന്നുണ്ടായിരുന്നു, അയാൾക്ക് ചെവി നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു, അയാളുടെ ഐസ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ രാജാവ് എന്ത് ചെയ്തു? രാജാവ് ആ ഗ്രെയിൻ ആ പുള്ളിക്കാരന് കാണിച്ചു കൊടുത്തു. എന്നിട്ട് അപ്പൊ ഈ പുള്ളിക്കാരൻ എന്ത് ചെയ്തു? ഇതിനെ എടുത്തിട്ട് കയ്യിലൊക്കെ വെച്ച് ഇങ്ങനെ നോക്കുക, ഇതെന്താ സാധനം. It is long since I saw such a fine grain, said he, and he bit a piece off and tasted it. അപ്പോൾ ഈ പുള്ളിക്കാരൻ പറയാ, ഞാൻ വളരെ കുറെ കാലത്തിന് ശേഷമാണ് ഇത്രയും നല്ലൊരു സീഡ് കാണുന്നത്. ആൻഡ് ഹി bit a piece off and tasted it. എന്നിട്ട് പുള്ളിക്കാരൻ എന്ത് ചെയ്തു? അതിന്റെ ഒരു കുഞ്ഞു പീസ് ഒടിച്ചെടുത്ത് കഴിച്ചു നോക്കി, ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇറ്റ്സ് ദ വെരി സെയിം കൈൻഡ്, ഇത് സെയിം സാധനം തന്നെയാണ്. ഇറ്റ് ഇസ് വെരി സെയിം കൈൻഡ്. അതായത് പുള്ളിക്കാരൻ പറയാ, ഇത് എനിക്കറിയാന്നുള്ളത് പോലത്തെ പഴയ ആ സെയിം സാധനം തന്നെയാണ്. അത്രയും അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? No sir. No, sir. No sir. Okay. The corn. Tell me, grandfather, began the king, when and where was such corn grown? Have you ever bought any like it, or sown it in your fields? അപ്പോ നേരത്തെ ചോദിച്ച അതേ ചോദ്യം, രാജാവ് ചോദിച്ച ചോദ്യം, ഇത് എന്നോട് പറയൂ, ഇത് എവിടെയാണ് ഇതിങ്ങനെ വളരുന്നത്, ഇത് എപ്പോഴെങ്കിലും നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. And the old man replied, corn like this used to grow everywhere in my time. എല്ലായിടത്തും എൻ്റെ സമയത്ത് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തില് എല്ലായിടത്തും ഇത്തരത്തിലുള്ള കോൺ തന്നെയാണ് ഉണ്ടായിരുന്നത്. I lived on corn like this in the days of my youth and fed others on it. It was such a grain that we used to sow, reap and thresh. അപ്പൊ പറയാണ്, ഇത് ആ സമയത്ത്, എൻ്റെ ആ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള കോണായിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ യൂത്ത്, അതായത് പുള്ളിക്കാരൻ്റെ ചെറുപ്പകാലത്ത് ഇത്തരത്തിലുള്ള കോണായിരുന്നു എല്ലായിടവും ഉണ്ടായിരുന്നത്. അപ്പോ ഞങ്ങള് വിതച്ചതും കൊയ്തതും അതുപോലെ തന്നെ ത്രഷ് മീൻസ് ഇത് എടുക്കുക, മെതിക്കുക. അപ്പോ മെതിച്ച് എടുക്കുന്നതും എല്ലാം തന്നെ ഇത്രയും വലിയ കോൺ ആയിരുന്നു, അല്ല ഇത്രയും വലിയ സീഡ്സ് ആയിരുന്നു. And the king asked, tell me, grandfather, did you buy it anywhere or did you grow it all yourself? നിങ്ങൾ ഇത് എവിടെയെങ്കിലും വെച്ച് വാങ്ങിച്ചിട്ടുണ്ടോ? ഇത്തരത്തിൽ ഇത് വാങ്ങിച്ചിട്ടുണ്ടോ, അതോ നിങ്ങൾ തന്നെ ഇത് കൃഷി ചെയ്ത് എടുത്തത് തന്നെയായിരുന്നു? ഓൾഡ് മാൻ സ്മൈൽ. അപ്പോ ഓൾഡ് മാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, in my time, he answered, no one ever thought of such a sin as buying or selling bread. എൻ്റെ സമയത്ത്
ഇത്രയും, അതായത് എന്റെ സമയത്ത് ആരും ഇത്രയും വലിയ പാപം ചെയ്തിട്ടില്ല. എന്താണ് ആ പാപം? പാപം എന്ന് പറയുന്നത് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ബ്രെഡ്, ആഹാര സാധനവും വിൽക്കുകയും വാങ്ങിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള അത്രയും വലിയൊരു പാപം ആരും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ആരും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ല. ആൻഡ് വി ന്യൂ നത്തിങ് ഓഫ് മണി. നമുക്ക് ഈ പൈസയെ കുറിച്ച് ഒന്നും തന്നെ അറിയില്ലായിരുന്നു, പൈസ പോലും ഇല്ലായിരുന്നു. ഈച്ച് മാൻ ഹാഡ് ഇനഫ് കോൺ ഓഫ് ഹിസ് ഓൺ. അവരവർക്ക് വേണ്ടുന്ന കോണ് അവരവര് തന്നെ ഉണ്ടാക്കി എടുക്കുന്നതായിരുന്നു പതിവ്. Then tell me, grandfather, asked the king, where was your field? Where did you grow corn like this? അപ്പൊ അങ്ങനെയാണെങ്കിൽ മുത്തച്ഛ പറയൂ, എവിടെയായിരുന്നു നിങ്ങളുടെ ഈ ഒരു ഫീൽഡ്, എവിടെയായിരുന്നു നിങ്ങളിത് കൃഷി ചെയ്തെടുത്തത്? And the grandfather answered, my field was God's earth. ദൈവത്തിന്റെ ഭൂമി, അല്ലെങ്കിൽ ഒരു സ്വർഗം തന്നെയായിരുന്നു എന്റെ സമയത്തുണ്ടായിരുന്ന ആ ഒരു ഫീൽഡ്. Wherever I plowed, it was my field. ഞാൻ എവിടെയൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടോ അതെല്ലാം എന്റെ കൃഷിയിടം ആയിരുന്നു. ലാൻഡ് വാസ് ഫ്രീ. ഈ ഒരു സ്ഥലം അല്ലെങ്കിൽ ലാൻഡ് എന്ന് പറയുന്നത് ടോട്ടലി ഫ്രീ ആയിരുന്നു. ഇറ്റ് വാസ് എ തിങ് നോ മാൻ കോൾഡ് ഹിസ് ഓൺ. ആരും അത് അവരുടെ സ്വന്തം എന്ന് പറയത്തില്ലായിരുന്നു. അതായത് എല്ലാം എന്ന് പറയുന്നത് അവരവർ, ഓരോ സാധനങ്ങളും അല്ലെങ്കിൽ ഓരോ ഫീൽഡ് എന്ന് പറയുന്നത് എല്ലാവർക്കും അവകാശപ്പെട്ടതായിരുന്നു. അത് ആര് എന്റേതാണ്, ഇത് നിന്റേതാണ്, അത് അവൻ്റെതാണ് എന്നുള്ള രീതിയിലൊന്നും ആരും പറയത്തില്ലായിരുന്നു. ലേബർ വാസ് ദ ഓൺലി തിങ് മെൻ കോൾഡ് their own. ഈ പണിക്കാര് അവർ അത് മാത്രമാണ്, അല്ലെങ്കിൽ ലേബർ ആ ഒരു ജോലിയെ മാത്രമാണ് അവരവരുടേത് എന്ന് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ ജോലി എന്നുള്ള ഇത് മാത്രമാണ്, അധ്വാനം മാത്രമാണ് തങ്ങളുടേത് എന്നാണ് അവരെല്ലാം, അല്ലെങ്കിൽ ഞങ്ങളുടെ കാലത്ത് ഞങ്ങളെല്ലാം ചിന്തിച്ചിരുന്നത്. Answer me 2 more questions, said the king. The first is, why did the earth bear such grain then and has ceased to do so now? എന്റെ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയാലും ഗ്രാൻഡ്ഫാദർ, എന്തുകൊണ്ടാണ് അത്തരം ധാന്യം ഇപ്പോൾ ഭൂമിയിൽ കിട്ടാത്തത്? എന്തുകൊണ്ടായിരിക്കും ഇവിടെ ഇപ്പോ ഇത് കിട്ടാത്തത്? And the second is, why does your grandson walk in 2 crutches, your son with one and you yourself with none? എങ്ങനെയാണ് നിങ്ങളുടെ ചെറുമകനാണെങ്കിൽ നിങ്ങളുടെ ചെറുമകന് 2 ക്രച്ചസ് വേണ്ടി വന്നു, അല്ലെങ്കിൽ 2 ഊന്നുവടി വേണ്ടി വന്നു. നിങ്ങളുടെ മകനാണെങ്കിൽ 1 ഊന്നുവടി വേണ്ടി വന്നു. പക്ഷെ നിങ്ങൾക്കാണെങ്കിൽ 1 ഊന്നുവടിയും വേണ്ടല്ലോ, അതെങ്ങനെ സാധിക്കുന്നു? Your eyes are bright, your teeth sound and your speech clear and pleasant to hear. How have these things come about? അപ്പോ നമ്മുടെ ഈ വൃദ്ധനാണെങ്കിൽ ആരുടെയും സഹായമില്ലാതെ വരാം, അല്ല പുള്ളിക്കാരനാണെങ്കിൽ ഇത് ക്രച്ചസിന്റെ ആവശ്യമില്ല, പുള്ളിക്കാരനെല്ലാം കൃത്യമായിട്ട് കേൾക്കാൻ പറ്റും, കാണാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്? യുവർ ഐസ് ആർ ബ്രൈറ്റ്, യുവർ ടീത്ത് സൗണ്ട്, അതായത് കണ്ണുകളൊക്കെ നല്ല തിളക്കമുള്ളതാണ്, ഇതിന് സംസാരിക്കുന്നത് ക്ലിയർ ആണ്, വയസ്സായതുപോലെ തോന്നത്തേയില്ല. എന്തായിരിക്കും ഇങ്ങനെ? ഓക്കെ, ഓക്കെ, ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ ഈ പറയുന്നത്? കേൾക്കാം. ഓക്കെ, ഏതുവരെ കേട്ടോ ഋതു? ഇപ്പൊ പറഞ്ഞത് ഋതുവിന്റെ നെറ്റ്വർക്ക് പോയെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ പുള്ളിക്കാരനോട് ഇങ്ങനെ ചോദിക്കുക എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്, കാരണം ഇതെല്ലാം തന്നെ ഇത് എങ്ങനെ സാധിക്കുന്നു, എങ്ങനെ കഴിയും? എടാ ഇപ്പൊ കേക്കാവോ? അപ്പൊ നമ്മുടെ ഈ പുള്ളിക്കാരൻ്റെ അടുത്ത് രാജാവ് ചോദിക്കുക എങ്ങനെയാണ് ഇത് സാധിക്കുന്നത്. And the old man answered,
These things are so because men have ceased to live by their own labor and have taken to depending on the labor of others. അപ്പോൾ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ ഇത് എന്നോട് പുള്ളിക്കാരൻ മറുപടി പറഞ്ഞത്, മനുഷ്യർ ഇന്നാണെങ്കിൽ സീസ് ടു ലീവ് ബൈ ദെയർ ഓൺ ലേബർ. അവര് തങ്ങളുടെ അധ്വാനം മതിയാക്കി, സീസ് ടു മീൻസ് നിർത്തി, അവരുടെ ആ ഒരു ലേബർ നിർത്തി, ആൻഡ് ഹാവ് ടേക്കൺ ഡിപ്പെൻഡിങ് ഓൺ ദ ലേബർ ഓഫ് അതേഴ്സ്. അവരാണെങ്കിൽ മറ്റുള്ളവരുടെ അധ്വാനത്തിൽ ആശ്രയിക്കാൻ തുടങ്ങി. അങ്ങനെ തുടങ്ങിയപ്പോൾ in olden times men lived according to God's law. പഴയ കാലത്താണെങ്കിൽ ദൈവത്തിന്റെ നിയമം അനുസരിച്ച്, അല്ല എങ്കിൽ മനുഷ്യനാണ് ദൈവത്തിന്റെ നിയമം അനുസരിച്ചാണ് ജീവിച്ചിരുന്നത്. They had what was their own and coveted not what others had produced. അപ്പോൾ അവരാര് മറ്റുള്ളവർ അധ്വാനിക്കുന്നത് കൊതിച്ചിരുന്നില്ല, അല്ലെങ്കിൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടിരുന്നു. സ്വയമേ അധ്വാനിച്ചായിരുന്നു അവർ ജീവിച്ചിരുന്നത്, അല്ലാതെ അവർ മറ്റുള്ളവരുടെ ഇത് ആഗ്രഹിച്ചിരുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർ കൾട്ടിവേറ്റ് ചെയ്യുന്നതിനെ ആഹാരമാക്കണം എന്നുള്ള കാര്യം അവരാരും ആലോചിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് പണ്ടത്തെ ആൾക്കാർക്ക് അത്ര ആരോഗ്യം, അല്ലെങ്കിൽ അത്രയൊക്കെ ജീവിക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പുള്ളിക്കാരൻ ഇപ്പോഴും നല്ല ആരോഗ്യമുള്ളതും എല്ലാം എന്നാണ് നമ്മുടെ ഈ ഒരു ഗ്രാൻഡ് ഫാദർ ഇവിടെ പറഞ്ഞിട്ട് പോകുന്നത്. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായി സാർ. അപ്പോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അല്ലെ അത് കംപ്ലീറ്റ് ആയിട്ട് കഥയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോ നമുക്കിനി ക്വസ്റ്റ്യൻസ് ചെയ്യണം അല്ലേ? ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, pick out the sentence that gives you the idea that the wise man could not understand anything about the God. അപ്പോ ഇതിലെന്ന് ഈ വൈസ് മാന് ഒന്നും അറിഞ്ഞൂടാ എന്ന് കാണിക്കുന്ന സെന്റൻസ്, അല്ലെങ്കിൽ ഈ നമ്മുടെ പണ്ഡിതന്, രാജപണ്ഡിതന് ഇതിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല എന്ന് കാണിക്കുന്ന സെന്റൻസ് ഇതിൽ നിന്ന് കണ്ടുപിടിച്ചെഴുതാനാണ് പറയുന്നത്. എന്തെഴുതാൻ പറ്റും? ഏത് സെന്റൻസ്? ആ ടെക്സ്റ്റ് ഒന്ന് നോക്കിയിട്ട് പറഞ്ഞേ. The wise man thought and thought, but couldn't make head or tail of it. The wise man thought and thought, but couldn't make hair of it. Right. Couldn't make head or tail of it. Right. Oh. Okay. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Second question. The learned man failed to find an answer about the corn. What do you think the king would do next? അത് പക്ഷെ ആക്ച്വലി നമ്മൾ ഇവിടെ വെച്ച് ചെയ്യേണ്ടതായിരുന്നു ക്വസ്റ്റ്യൻ. പക്ഷെ ഓക്കെ, ആ ആൾക്കാര് ഈ ഇതിനെ കുറിച്ച് അറിയാമെന്നുണ്ടെന്ന് വിചാരിച്ചിരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ലാൻഡ് മാൻ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പണ്ഡിതനാണെങ്കിൽ ഇതിന് ആൻസർ പറയാനായിട്ട് ഇത് പറ്റിയില്ല. അപ്പൊ എന്തായിരിക്കും രാജാവ് അടുത്ത് ചെയ്യേണ്ടത്? ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ല, നമ്മുടെ രാജപണ്ഡിതൻ ഇതിന് ആൻസർ പറയാനായിട്ട് ഫെയിലായി, അതായത് ആൻസർ പറയാനായിട്ട് പറ്റിയില്ല. അപ്പോ അങ്ങനെയാണെങ്കിൽ രാജാവ് അടുത്ത് എന്ത് ചെയ്യും, അല്ലെ എന്ത് ചെയ്തു?
പറഞ്ഞേ. എന്ത് ചെയ്തു? അപ്പൊ രാജാവിന് ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പിന്നെ രാജാവ് അടുത്ത് എന്ത് ചെയ്തു? രാജാവ് വേറൊരു കൃഷിക്കാരനാണ്. കേട്ടില്ല. നല്ല നെറ്റ്വർക്ക് വരുന്നുണ്ട് കേട്ടോ, അതാ കാര്യം. ഋതു എന്താ പറഞ്ഞേ? കിങ് ഒരു ഓൾഡ് മാൻ കൊട്ടാരത്തിൽ. കേട്ടില്ല, ഒന്നുകൂടെ പറഞ്ഞേ. കിങ് ഒരു ഓൾഡ് മാനിനെ വിളിച്ചിട്ടുണ്ട്. പറയ്. കിങ് ഒരു ഓൾഡ് ഏതെങ്കിലും ഒരു വൃദ്ധന് ഇതിനെ പറ്റി അറിയാമായിരിക്കുമെന്ന് കരുതി ഒരു ഓൾഡ് മാനെ പാലസിലേക്ക് ക്ഷണിച്ചു. ഓൾഡ് മാനെ പാലസിലേക്ക് ക്ഷണിച്ചു. റൈറ്റ്. അപ്പോ king would invite old persons to get their help. Right. Okay. ഒരു സെക്കൻഡ് ഞാനൊന്ന് എഴുതിക്കോട്ടെ. അപ്പൊ രാജാവ് ഈ ഒരു ഓൾഡ് മാനെ അവിടത്തേക്ക് ക്ഷണിക്കുകയുണ്ടായി. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. Why did the president suggest that his father might give a better solution? എന്തുകൊണ്ടായിരിക്കും ആ പ്രസിഡന്റ് പറഞ്ഞത് പുള്ളിക്കാരന്റെ അച്ഛന് ചിലപ്പോൾ ഇതിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയാൻ പറ്റുമെന്ന്? എന്തുകൊണ്ടായിരിക്കും? കാരണം ആ ഓൾഡ് മാൻ അതിനെ കുറിച്ചൊന്നും അറിഞ്ഞൂടായിരുന്നു. ഓക്കെ. വേറെ ഏതൊരു ആൻസർ ഉണ്ടോ? വേറെ ഷാരോൺ? നേരത്തെ കട്ടായതുകൊണ്ട് ഒന്ന് വായിച്ചു തരുമോ സാർ? Why did the president suggest that his father might give a better solution? സാർ പറയുന്നത് കേട്ടൂടാ. എടാ നിനക്ക് അവിടെ നല്ല നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാണ്. സാർ കേട്ടൂടാ പറയണ. എടാ അതാ പറഞ്ഞത്, നിനക്ക് അവിടെ നല്ല നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. ഓക്കെ. അപ്പൊ എന്തുകൊണ്ടായിരിക്കാം പ്രസന്റ് അല്ലെങ്കിൽ ആ ഒരു പ്രസന്റ് പറഞ്ഞത് ആ പുള്ളിക്കാരന്റെ അച്ഛന് ചിലപ്പോ ഇതിനെ കുറിച്ച് നന്നായിട്ട് പറയാൻ പറ്റുമായിരിക്കും എന്ന് എന്തുകൊണ്ടാണ് നമ്മുടെ പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞത്? സാർ അത് ആ ആള് ആ കാലഘട്ടത്ത് ജീവിച്ചിരുന്നില്ല. അപ്പോ അയാളുടെ അച്ഛന് ആ കാലഘട്ടത്ത് ജീവിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ കാലഘട്ടത്ത് ഇത് നടന്നിട്ടുണ്ട്, ആ സാധനത്തിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ അവർക്കറിയാന്ന് വെച്ച്. ഓക്കെ. അപ്പൊ ആ ഒരു കാലഘട്ടത്തില് ചിലപ്പോൾ ജീവിച്ചിട്ടുണ്ടായിരിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് അതിനെ കുറിച്ച് വ്യക്തമായ ധാരണയില്ല. അപ്പൊ അതുകൊണ്ടൊക്കെ കൂടെ ആയിരിക്കാം നമ്മുടെ ഇവിടെ ഈ പുള്ളിക്കാരന് അതിനെ കുറിച്ച് പറയാൻ പറ്റാത്തത്. So ഞാൻ എഴുതിയിട്ടുള്ള ആൻസർ, the present father was living in the period where he was not known. ഇതിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്ത ഒരു കാലഘട്ടത്താണ് പുള്ളിക്കാരൻ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് ആ പുള്ളിക്കാരന്റെ അച്ഛന് ചിലപ്പോ ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിച്ചിരിക്കും. അടുത്ത ഡാഷ് for in my time money was not yet in use. How would the people have got the grain they wanted? അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ആ സമയത്ത് പൈസ പോലും ഇല്ലായിരുന്നു, അല്ലെങ്കിൽ പൈസയോ അല്ലെങ്കിൽ അതുപോലുള്ള ഒന്നും തന്നെ ഇല്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും അവരുടെ ആ ഒരു എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവുക? അവരൊരു സാധനം അവർ അയൽക്കാരുമായിട്ട് സൗഹൃദത്തിലായിരുന്നു. അപ്പൊ അവരുടെ കയ്യിലിരിക്കുന്നത് ഇങ്ങോട്ടും നൽകും, നമ്മുടെ കയ്യിലിരിക്കുന്നത് അവർക്കും നൽകും. അവരേം ചെയ്തിട്ടുണ്ടായിരുന്നു.
ഓക്കെ. അപ്പൊ അതിനർത്ഥം അവർ തമ്മിലുള്ള ഒരു എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ they would have exchanged the agricultural products instead of selling. They would have exchanged the agricultural products. അപ്പോ ആ ഫാർമേഴ്സ് തമ്മിൽ അവരുടെ ആ ഒരു പരസ്പര സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യത്തിന് കൊടുക്കും, അല്ലാതെ പൈസയോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ഓക്കെ. അപ്പോ they would have exchanged agricultural products with the farmers. അടുത്ത, what differences do you see in the grandfather and the old person? ഈ പഴയ ഫസ്റ്റ് വന്ന ആ ഒരു ഓൾഡ് പ്രസന്റും അതിന്റെ ഗ്രാൻഡ് ഫാദറും തമ്മിൽ എന്ത് ഡിഫറൻസ് ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്? ആ പറയാം. അത് അവർ രണ്ടുപേരും രണ്ട്. ഒരു സെക്കൻഡ്, ദിയ എന്താ പറഞ്ഞേ? അതായത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഡിഫറൻസ് ഡു യു സീ ഇൻ ദ ഗ്രാൻഡ് ഫാദർ ആൻഡ് ദ ഓൾഡ് പ്രസന്റ്? അപ്പൊ രണ്ടുപേരും വന്നു, അതായത് ഓൾഡ് പ്രസന്റും വന്നു, നമ്മുടെ ഫസ്റ്റ് വന്ന ആ പ്രസന്റും വന്നു, പുള്ളിക്കാരന്റെ അച്ഛനും വന്നു. അപ്പൊ അവര് തമ്മില് എന്ത് ഡിഫറൻസ് ആണ്, അല്ലെ? അവര് തമ്മിൽ അയാളുടെ ഗ്രാൻഡ് ഫാദറും വന്നു. അപ്പൊ ആ ഗ്രാൻഡ് ഫാദറും ആ ഒരു പ്രസന്റും തമ്മിൽ എന്ത് ഡിഫറൻസ് ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്? ഫസ്റ്റ് വന്ന ആള് രണ്ട് ഊന്നുവടികളായിരുന്നു നടന്നിരുന്നത്. പിന്നീട് ഫാദറിന് ഒരു ഊന്നുവടിയും വേണ്ടാതെ നടക്കാൻ കഴിഞ്ഞു. ഓക്കെ, ഋതു പറഞ്ഞത് പറഞ്ഞേ. സാർ, ഈ ഗ്രാൻഡ് ഫാദർ രണ്ടാമത് വന്നാണോ അതോ മൂന്നാമത്? അത് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, ഏറ്റവും പ്രായമുള്ള ആള്. പ്രസന്റില് രണ്ട് ഊന്നുവടി വേണ്ടി വന്നു. പിന്നെ അവർക്ക് കാണാനും ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ മൂന്നാമത് വന്ന ഗ്രാൻഡ് ഫാദറിന് ഒരു വാക്കിംഗ് സ്റ്റിക്കും വേണ്ട, ഒരു വടിയും ആവശ്യം, നന്നായിട്ട് കാഴ്ചയും So the great grandfather, കേൾവി ശക്തിയും ഉണ്ടായിരുന്നു. Yeah, okay. The great grandfather could walk easily without crutches. His eyes were clear, hearing good, and he spoke clearly. While the old person could not walk without one crutch. He could see that here, but it is impaired. അപ്പോ അതിനർത്ഥം പുള്ളിക്കാരൻ നിങ്ങൾ പറഞ്ഞ ആൻസർ തന്നെയാണ്. അപ്പൊ അവർക്കൊക്കെ ആണെങ്കിൽ അത്രയും സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. പക്ഷെ ഇവർക്കാണെങ്കിൽ, ഇത് അവസാനം വന്ന ആൾക്കാണെങ്കിൽ ഇത് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യം ഇല്ലായിരുന്നു. അടുത്ത 6, വാട്ട് ഡീറ്റെയിൽസ് ഓഫ് ദ ഗ്രെയിൻ ഡിഡ് ദ ഗ്രേറ്റ് ഫാദർ ഗിവ്? എന്ത് ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ഈ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ അവർക്ക് കൊടുത്തത്? സാർ, ക്വസ്റ്റ്യൻ ക്ലിയർ അല്ല. What details of the grain did the great grandfather give? ഈ നമ്മുടെ ഈ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആണെങ്കിൽ ഇതിനെ കുറിച്ച് എന്തോ ഒരു ഡീറ്റെയിൽസ്, ഈ കോണിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. എന്താണ് പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഞാൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ഒരു ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഋതു പറഞ്ഞത് പറഞ്ഞത് ശരി തന്നെയാണ്. അതായത് ആ സമയത്ത്, പുള്ളിക്കാരന്റെ ആ ഒരു സമയത്ത് ഇത്രയും വലിയ അതായത് ഇത്രയും വലിയ ധാന്യങ്ങൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഈ സമയത്താണ് ഇത് ഇത്രയും ചെറുതായത്. അപ്പോ ആ സമയത്ത് അവരെല്ലാം കൾട്ടിവേറ്റ് ചെയ്തിരുന്നതും അവരെ ജീവിച്ചിരുന്നതും എല്ലാം ഇത്തരത്തിലുള്ള കോൺസ് യൂസ് ചെയ്ത് തന്നെയായിരുന്നു. അപ്പോ ആൻസർ
അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സിൻ മെൻഷൻഡ് ബൈ ദ ഗ്രാൻഡ് ഫാദർ? എന്താണ് ഇതിലൊരു പാപം എന്നുള്ള കാര്യം ഇവിടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ പറയുന്നുണ്ട്. എന്താണ് ആ പാപം എന്ന് പറയാൻ? കാരണം ഭക്ഷണ സാധനങ്ങൾക്ക് അവര് ഈ വില പൈസ കൊടുക്കേണ്ടി വരും. ഒരാൾ പറഞ്ഞു, ഋതു പറഞ്ഞേ. കാരണം ഈ ഭക്ഷണ സാധനങ്ങൾക്കൊക്കെ അവര് പൈസ കൊടുക്കണം. എക്സാക്ട്ലി. അത് ഗൗരിയുടെ ആൻസറോ? അപ്പോ ഈ ഞങ്ങളുടെ കാലഘട്ടത്തില് ഇങ്ങനെ പൈസയൊന്നും കൊടുത്ത് സാധനങ്ങൾ വാങ്ങേണ്ടി വന്നിരുന്നില്ല. നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തായിരുന്നു ജീവിച്ചിരുന്നത്. പക്ഷെ ഇപ്പോ ഇങ്ങനെയല്ല. ശരി തന്നെയാണ്. അതായത് മുമ്പാണെങ്കിൽ അവരുടെ കാലഘട്ടത്തില് അവർ ഈ ആഹാരം ഇങ്ങനെ വിൽക്കുന്നതും വാങ്ങുന്നതെന്ന് പറയുന്നത് അതൊരു പാപമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അത് ഇപ്പോഴും പാപമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. ഇത് ഇങ്ങനെ ഈ വിൽക്കുന്നതും വാങ്ങിക്കുന്നതും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് മോറൽ ഡു യു ലേൺ ഫ്രം ദ ഓൾഡ് മാൻസ് വർക്ക്? പഴയ ആ ഓൾഡ് മാന്റെ വേർഡ്സിൽ നിന്ന് അല്ലെങ്കിൽ വാക്കുകളിൽ നിന്ന് എന്ത് ഗുണപാഠമാണ് നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്? സാർ കേട്ടൂടെ സാർ, ക്ലിയർ ആവുന്നില്ല, പിന്നെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്ക് ആയിരിക്കുന്നത് പോലെ. ഓക്കെ, അവിടെ എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. ഇപ്പൊ ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കട്ടായിയാണ് പോകുന്നത്, ക്ലിയർ ആവുന്നില്ല. ഞാൻ ലീവ് ചെയ്തിട്ട് ഒന്നുകൂടെ ജോയിൻ ചെയ്ത് നോക്കിയേ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പറയുന്നത് ഇത്രയാണ് ചോദിച്ചിരിക്കുന്നത്, ഈ ലെസന്റെ മോറൽ എന്താണ്, അല്ലെങ്കിൽ ഈ വാക്കുകളിൽ നിന്ന് മോറൽ എന്താണ്? എന്താ? ഗുണപാഠം അല്ലേ സാർ? ഗുണപാഠം. ഇപ്പോ ഈ കാലത്തൊന്നും അങ്ങനെ പൈസ കൊടുത്ത സാധനങ്ങൾ വാങ്ങുന്നത് പാവമാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഗുണപാഠം എന്താ? അല്ല, അവസാനത്ത് ഇത് പറയുന്നുണ്ടല്ലോ, അതായത് ബാക്കിയുള്ളവർ ഇന്നത്തെ കാലത്താണ് ആൾക്കാരും വർക്ക് ചെയ്യത്തില്ല, മറ്റുള്ളവർ വർക്ക് ചെയ്യുന്നതിനാണ് കഴിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഗുണപാഠം എന്തായാലും ഋതു എന്താ പറഞ്ഞേ? നമ്മള് സ്വന്തമായിട്ട് കൃഷി ചെയ്യണം, നമുക്ക് വേണ്ട ആഹാരങ്ങളൊക്കെ കൃഷി ചെയ്യണം. പക്ഷെ നമുക്കൊരു മോറൽ എന്നുള്ള രീതിയിൽ എന്ത് പറയാൻ പറ്റും? ഈ യൂണിറ്റിന്റെ പേരെന്താ? Grains as big as ഇല്ല, യൂണിറ്റിന്റെ പേര് work is worship. Work is worship. So earn our daily bread by hard work. So earn daily bread by hard work. അപ്പൊ അത് തന്നെയാണ് ഇതിന്റെ ഒരു ഗുണപാഠം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ ആണോ? ഇനി ഇതെന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിന് നോക്കിയാൽ പോരെ? കാര്യം ഇതും അതിന്റെ ആക്ടിവിറ്റീസ് ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് നോക്കാം. ഞാൻ ചോദിച്ച ഡൗട്ട് അത് ഓർമ്മയുണ്ട്.